ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള പുതിയ കാർ എടുക്കാനായിട്ടാണ്. ഓൾറെഡി നമ്മളെ കയ്യിലൊരു കാറുണ്ട്. ആ കാറ് പക്ഷെ ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമ്മളൊന്ന് എടുക്കാൻ പോകുന്നത് ഒരു ഓഫ് റോഡ് കാറാണ്. ഞാൻ ഒരു കാറ് നോക്കി വെച്ചിട്ടുണ്ട്. ആ കാറൊന്ന് നോക്കണം, കാണിച്ചു തരാം. ഓക്കെ, അപ്പം അതിൻ്റെ മുന്നേ ഞാൻ നമ്മളെ പുതിയ ഐറ്റൻ്റെ ഇല്ലേ അതിലൊരു വ്യത്യാസം വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കി കണ്ടോ, ഞാൻ ഇത് നീല കളറാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മളെ ഫ്ലാറ്റിൻ്റെ പുറത്താട്ടോ ഉള്ളത്. അപ്പം ഞങ്ങൾക്ക് പോവാം. പുതിയ വണ്ടി മേടിക്കാൻ ഏകദേശം ഒരു 10-12 ലക്ഷം ഉണ്ട്. അവിടെ ഏതോ ഫോർച്യൂണർ ഇടിച്ച് എടുക്കുന്നുണ്ട്. ഏതോ ഒരു വീട്ടിൻ്റെ അവിടെയാണ് കൊണ്ടുപോയിട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കണം. അവിടേക്ക് പോയി നോക്കണം. ഏതോ ഒരു വീടുണ്ട് അവിടെ ആ ഭാഗത്ത്. അപ്പം ആ വീട്ടിലാണ് കൊണ്ടുപോയിട്ടത്. ഒയ്യോ ഗൈസ്, ചെറുതായിട്ട് പണി പണിയുണ്ട് കേട്ടോ. ഇത് വൺ വേ നമ്മൾ പോകുന്ന റോങ് സൈഡ്. അതൊന്നും ഞങ്ങൾക്ക് ശരി. ഓ, പോലീസ് നമ്മളവിടെ ചായ കൂട്ടിക്കൊണ്ടാണ് അവിടുന്ന് റിവേഴ്സ് എടുത്ത് വന്നത്. നമ്മൾ 100-110 കത്തിട്ടുണ്ട്. പുതിയ കാറ് വേറെ എടുക്കണം. അതുകൊണ്ട് നമ്മൾ ഡബിൾ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടുണ്ട്. എമർജൻസി അമ്മേ തത്ത് ഗൈസ്. ചാടിയും ബില്ല് വിളിച്ചിട്ടുണ്ട്. ഫോർച്യൂണർ എന്തായാലും നമുക്ക് പൊട്ടിപ്പൊളിഞ്ഞാലും ഒരു പെട്രോൾ മതി, ഡീസൽ മതി ഓടാൻ. പൊട്ടിപ്പൊളിഞ്ഞ് പോയാലും കുഴപ്പമില്ല, ഡീസൽ മതി. ഇതിപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിട്ട് വണ്ടി ഓടില്ല. 100-110 പോകുന്നത്. നമുക്കൊരു ഹാൻഡ് ബ്രേക്ക് ഇട്ട് റിസ്റ്റ് എടുക്കാൻ നോക്കിയതാണ്. അതൊന്നും നമുക്ക് വിസയല്ല. എനിക്ക് സ്റ്റിയറിങ്ങിൻ്റെ കോലം കണ്ടിട്ടാണ് ചിരി വന്നത്. ഇപ്പോൾ ആ ചിരി നോക്കുന്നപ്പോഴേക്കും ഞാൻ വണ്ടി അങ്ങോട്ട് ചെരിഞ്ഞാണ്. നമുക്ക് ഈ സൈഡ് എടുപ്പിച്ചു. ഓക്കെ ഗൈസ്, അങ്ങനെ പോട്ടെ. ഇന്ന് ഞങ്ങൾക്കൊരു ഓഫ് റോഡ്. അപ്പോൾ ഗായ്സ്, നമ്മളെ വണ്ടി അവസാനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ I20 നമ്മൾ ഒരു വീട്ടിൽ കൊണ്ടുപോയിടാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടി കാണിച്ചു തരണ്ട്. നിങ്ങൾ ഞെട്ടു. വണ്ടി കണ്ടു. റെഡി സ്റ്റഡി ഗോ. ഗൈസ്, ഇതാണ് നമ്മൾ ഫോർച്യൂണർ. ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇത് ടയർ താന്നല്ല കിടക്കുന്നത്. നിങ്ങൾക്കൊരു സംഭവം കൂടി കാണിച്ചു തരാം. പിന്നെ ഈ വണ്ടിയിൽ എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് സംഭവം കൂടി കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഈ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല കേട്ടോ. ജില്ലാ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേറ്റാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ വണ്ടീൻ്റെ അലോയ് വീൽസ് മാറ്റിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഇല്ല, അത് പച്ച കളറാണ്. ഇവിടെ മുകളിൽ ലഗേജ് വെക്കാനുള്ള തോന്നി. അപ്പം നമുക്ക് ഓടിച്ചു നോക്കാൻ വേണ്ടിപ്പാ. ഇതാണ് ഓക്കെ. ഹാൻഡ് ബ്രേക്ക് കൂടി സ്റ്റാർട്ടാക്കി. വണ്ടി എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഏത് വണ്ടി മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഇന്നൊരു കാര്യം കാണിച്ചിട്ട് ഓക്കെ, ഒരു സ്വിച്ച് അമർത്തിപ്പോൾ വണ്ടി പൊങ്ങിയത് കണ്ട. അതാണ് ഞാൻ പറഞ്ഞ എയർ സസ്പെൻഷൻ. നമുക്ക് വണ്ടി എടുക്കാം. ഓഫ് റോഡ് മാപ്പാണ്.
ഇനി ഞങ്ങൾക്ക് ഓരോ ഓഫ് റോഡ് റൈഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ മുന്നേ നോർമലാക്കുന്ന റൈഡ് ചെയ്തോളാം. ഓ ഗൈസ് നമ്മൾ ന്യൂ വണ്ടിയാണ്. ഓ ഏതാ ഡ്രിഫ്റ്റ് അടിച്ച പോലെ. ഇത് സെക്കൻഡ് ഹാൻഡ് ആട്ടോ. ഇത് ഡിസ്കണ്ടിന്യൂഡ് ആയതുകൊണ്ട് ഇത് സെക്കൻഡ് ഹാൻഡാണ് വാങ്ങിയത്. പുതിയ ഫോർച്യൂണർ വാങ്ങാൻ വിചാരിച്ചത്, പക്ഷെ അതിനുള്ള പൈസ ഉണ്ടായി. പഴയത് ഒരു 10-12 ലക്ഷത്തിന് കിട്ടും. ഇത് ഇങ്ങനെയൊക്കെ സെറ്റൊക്കെ ചെയ്തതാണ്. ഒരു കടയിൽ ഞാൻ പോയിട്ടാ യൂസർ ഗൈഡ്സിൻ്റെ. അവൾ പറയണതിൻ്റെ പൊന്നും മോനെ 25 ലക്ഷം. ഓക്കെ ഗൈസ്, ഇതിന് i20-നെക്കാട്ടും സ്പീഡ് ഉണ്ട് കേട്ടോ. X80 കൊടുത്തിട്ടുണ്ട്. വണ്ടിക്ക് എന്താ ബിൽഡ് ക്വാളിറ്റി നന്നായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ പിടിച്ചിട്ടാ ഒന്നും സംഭവിച്ചില്ല. കണ്ടോ പിന്നെ ഇതെന്ത് വണ്ടി എന്താടാ മുന്നിൽ എന്താ മുന്നിൽ ഒന്നുമില്ലല്ലോ ഗൈസ്. മുന്നിക്കൊന്നും ഓ ഗൈസ് ആ വഴി റോങ്ങാണ്, അതുകൊണ്ടാണ്. ഉഫ് സോറി ചേട്ടാ, പ്ലീസ് പ്ലീസ് ഒന്ന് മാറ്റാം. ഞങ്ങളുടെ ഈ ഡോറിൻ്റെ എല്ലാ ഡോറും നമ്മുടെ ടച്ച് സ്ക്രീൻ അല്ല, നോർമൽ മറ്റേ സാധനമാണ്. ഇതെന്തായാലും ടച്ച് സ്ക്രീൻ ആക്കും. ഈ വണ്ടി കളർ മാറ്റണം എന്ന് പറയുന്നുണ്ട്. ഒരു ഇതാക്കുമ്പോൾ ഗ്രാഫിക്സ് അടിക്കണം ഈ വണ്ടിയിൽ. ഓ ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടി ശരിക്കിലൂടാ. വണ്ടി നേരത്തെ അടിച്ചപ്പോഴൊന്നും പറ്റിയില്ല. ഇപ്പം അടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്താന്ന്. എൻ്റെ ആ ഗ്രില്ലില്ലേ അത് പ്രൊട്ടക്റ്റ് ചെയ്യണ്ട്. ഇപ്പം അടിച്ച സൈഡ് ബ്രേക്ക് ഔട്ട് പോകാൻ വണ്ടി നിൽക്കണില്ല. ഓ ഏതാ നമുക്ക് ഔട്ടർ വ്യൂ ഒന്നുമില്ല. ആ എൻ്റെ ഒന്നും കൂടി അങ്ങനെ ഒന്നും കൂടി ചെയ്യാം ഗൈസ്. കണ്ട കണ്ട അപ്പോൾ ഒന്നും സംഭവിച്ചില്ല. നമുക്ക് ഔട്ടർ വ്യൂ നോക്കാം. ഇതിൻ്റെ പൈസ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്, അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഇവിടെ കയറി തിരിക്കുക. ഓ ഏതാ ഇതിൻ്റെ ഒച്ച. ഓക്കെ നമുക്ക് നമുക്ക് വണ്ടി കണ്ട. ഇത് മറ്റേ വണ്ടിയിൽ ചാടിയതാണ്. കണ്ടോ കണ്ടോ ഒന്നും പറ്റിയില്ല. എന്ത് ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാന്ന് തോന്നിട്ടോ. ആ ഒരു മിനിറ്റ് നമുക്ക് ഇവിടെ പൊറോട്ട ഇറച്ചി കൂടെ വണ്ടി നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. ചില പ്രശ്നമുണ്ട് ഗൈസ്, നമ്മൾ വണ്ടി തള്ളിയിരിക്കുകയാണ് പുറത്ത്. ഇനിയും കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ അവസാനമായിരിക്കും കടേൻ്റെ ഉള്ളിൽ കയറി പോവേ. ഇപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ പോയി ചായ ചേട്ടായ ഒരു ചായ പൊറോട്ട ഇറച്ചു, അല്ലെങ്കിൽ അതല്ല ഒരു പൊറോട്ട ഇറച്ചു. ചേട്ടാ 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 ഞങ്ങൾക്ക് വണ്ടി കിട്ടിയ സന്തോഷത്തിന് ഡാൻസ് ഉണ്ട്. ഇന്നെന്തായാലും ഞങ്ങൾക്ക് ഓഫ് റോഡ് പോകണ്ട. ഓഫ് റോഡ് ഇനി അടുത്ത വീഡിയോ പോകാം. ഈ വണ്ടി ഫുൾ സെറ്റാക്കി ഓഫ് റോഡ്
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.